ടാറ്റയും പറഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങണം. എങ്ങോട്ടാണ്? ദേ ബീച്ചിലോട്ട് പോകാനാണ് കേട്ടോ. ബീച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന് 2-3 മിനിറ്റ് നടന്ന് പോകുന്ന ദൂരേ ഉള്ളൂ. ഇതുവഴി മെയിൻ റോഡാണ്. ഇതുവഴി പോയാലും ബീച്ചിലെത്തുന്ന വഴിയാണ്. പക്ഷേ ഞങ്ങൾ ഷോർട്ട് കട്ട് വഴി പോവുകയാണ്. കാരണം തിരിച്ചു വരുന്നത് നമ്മൾ അതുവഴിയാണ്. ഇതുവഴി ഇറങ്ങിയിട്ട് ഈ വഴിയെ പോയാൽ കാറും ബസ്സും കാറ് പോകും, പക്ഷെ ബസ് പോകാൻ പാടാണ്. അത് നമ്മുടെ വർക്കലയുടെ സ്വന്തം സരസു ആനക്കൊട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. ഈ സൈഡിൽ കൂടെ പോയാൽ നമ്മുടെ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരനടയിലെത്തും. അതെ, പ്രസിദ്ധമായ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ് നിങ്ങളിത് കാണുന്നത്. ഇതുവഴി നടന്നു പോയാൽ പടിഞ്ഞാറ് വശത്ത് ഞങ്ങൾ എത്തിച്ചേരുന്നതാണ് ക്ഷേത്രത്തിൻ്റെ. 2000-2500 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഞങ്ങൾ വന്ന വഴിയാണിത്. അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതെ, പടിഞ്ഞാറേ ഗോപുരനടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ഭഗവാന്റെ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ. അവിടെ നിന്ന് നേരെ പോയാൽ ഇപ്പോഴും വഴി കാണാം. നേരെ പോയാൽ അത് കടലിലാണ് ചെന്ന് പോകാൻ പോകുന്നത്. എങ്കിലും ഇടതോട്ട് തിരിച്ച് പോകുന്നവർക്ക് പോകാൻ പറ്റും. ഇത് ഞങ്ങൾ ഷോർട്ട് കട്ട് വഴിയാണ്. റൈറ്റ് സൈഡിലോട്ട് ഇറങ്ങി ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സ്റ്റെപ്പുണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ. ദാ ചക്രതീർത്ഥക്കുളം, ഭഗവാന്റെ തൃപ്പാദത്തിൽ നിന്ന് വരുന്ന തീർത്ഥജലം ഒഴുകി വരുന്നത് ഇവിടെയാണ്. ഇതേ ക്ഷേത്രത്തിൽ മുങ്ങിക്കുളിക്കുക പുണ്യമാണത്. ഭക്തരെല്ലാം വന്ന് തീർത്ഥജലം തളിച്ച് അകത്ത് ക്ഷേത്രത്തിൽ പ്രവേശിക്കാറുണ്ട്. അതെ, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണിത്. അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല, ആൾക്കാരൊന്ന് കുളിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ നേരെ ഇറങ്ങി കാടും ഇതുമൊക്കെ കിടക്കുന്നുണ്ട്. ചുള്ളിക്കമ്പുകൾക്കിടയിൽ വല്ല ഇഴജന്തുക്കൾ കാണുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. എങ്കിലും പേടിച്ചാണെങ്കിലും ഇതുവഴി പോയി. തിരക്കില്ലാത്ത ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ നോക്കിയപ്പോൾ പാത്രക്കുളമാണ് നമ്മൾ കാണുന്നത്. പാണ്ഡ്യ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. എത്രയോ വർഷങ്ങളായി അത് ഉപയോഗിക്കാറില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പിന്നെ റോഡിന് ഇരുവശത്തും ഹോട്ടലുകളും റിസോർട്ടുകളും അങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട്. ഒരു ശകലം കുറച്ച് ദൂരം പോയാൽ മാത്രം മതി ബീച്ചിലോട്ടെത്താൻ. വിജനമായ റോഡ് പോലെ, വലിയ ജനത്തിരക്കൊന്നുമില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചയാണിത് കാണുന്നത്. നമ്മുടെ വർക്കല ബീച്ചെന്ന് പറയുന്നത് നമുക്ക് വർക്കല നാട്ടിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. അങ്ങനെ അവിടെ ഒരു ഡോൾഫിൻ്റെ ഇതൊക്കെ വച്ചിട്ടുണ്ട്, പടവും വച്ചിട്ടുണ്ട്. പിന്നെ മണൽത്തിട്ടകൾ കാണുന്ന ബലിയിടുന്ന പാവനാശിനിയല്ലേ ഇത്, ബലിയിടുന്ന ബലിത്തിട്ടയാണ് കാണുന്നത്. ഡോൾഫിൻ്റെ പടം ഒന്നുകൂടെ എടുത്തു. അത് കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങാൻ നേരത്ത് കണ്ടെയ്നർ സോൺ ആണെന്നുള്ളത് മനസ്സിലായി. അതുമല്ല, വേലിയേറ്റമുള്ള സമയത്ത് നമ്മളാരും അങ്ങനെ ഇറങ്ങാറില്ല. പൊതുവേ എന്നെ കൊണ്ടുപോയാലും ചേട്ടൻ കടലിൽ ഞാനങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാറില്ല. പിള്ളേരെ മാത്രമേ ഇറക്കാറുള്ളൂ. കുട്ടികളെ കണ്ണ് പൊത്തിക്കോ, ഇല്ലെങ്കിൽ ഇതെല്ലാം കൊച്ചുങ്ങൾ വന്നെടുത്തുകൊണ്ട് പോകും. വീട്ടുകാരെ പോക്കറ്റ് കീറാൻ വേണ്ടിയിട്ടുള്ള പണിയാണെന്ന് മനസ്സിലായി. സാവന്തിൻ്റെ നോട്ടം അങ്ങോട്ടായിരുന്നു. ഞാൻ പക്ഷേ അവനെ മാറ്റി തിരിച്ചു കൊണ്ടുപോയി. നേരെ കടലിലോട്ടെത്തി. ആൾക്കാർ ഒന്ന് ലൈഫ് ഗാർഡിൻ്റെ കണ്ണ് തെറ്റിയാൽ ഒന്ന് ഇറങ്ങണമെന്നുള്ള ഇതാണ്. പക്ഷേ ലൈഫ് ഗാർഡ് വാച്ച് ചെയ്ത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇറങ്ങിയ പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ കടൽക്കാറ്റും കൊണ്ട് അതിൻ്റെ ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ നിന്നു. ഭാഗ്യത്തിന് മഴയില്ലാത്ത ദിവസമായിരുന്നതുകൊണ്ട് കടലിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. അസ്തമയ സൂര്യൻ ഇതാ കടലിലേക്ക് ഇറങ്ങാൻ വെമ്പൽ കൊള്ളുകയാണ്. തിരമാലകൾ ഇങ്ങനെ ആർത്തുല്ലസിച്ച് വരികയാണ് വരിയായിട്ട്. വർണ്ണാഭമായ കാഴ്ചയാണ് കാണുന്നത്. അടുത്ത നിമിഷം നമ്മളെ ഫോട്ടോ എടുപ്പാണ്. ഫോട്ടോയും വീഡിയോഗ്രാഫി ചേട്ടൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് വീഡിയോസ് ചേട്ടൻ എടുക്കുന്നത് കുറച്ചും കൂടെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ നല്ല രീതിയിൽ അറിയാം എന്നെക്കാളേറെ.
അങ്ങനെ സാവന്തു വീഡിയോക്ക് പോസ്റ്റ് ചെയ്തു. തിരിച്ചു വന്നപ്പോൾ തന്നെത്താനെ എടുത്തതല്ല കേട്ടോ, എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ്. അങ്ങനെ അച്ഛൻ്റെ പോക്കറ്റ് കീറും മോൻ. അപ്പോഴാണ് സാകിയത് പരിഭവത്തോടെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവൻ തന്നെ സ്വയം ആശ്വസിച്ചു, ഞാൻ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, എനിക്കച്ഛൻ ഒരുപാട് മേടിച്ച് തന്നതല്ലേ, അവനെന്ത് മേടിച്ചു കൊടുത്താലും സാകിയതിന് പ്രശ്നമൊന്നുമില്ല, അവൻ്റെ കുഞ്ഞനിയനല്ലേ. എങ്കിലും നമുക്ക് വിഷമമാണ്. അതുകൊണ്ട് അവനൊരു ഫാമിലി പാക്കിൻ്റെ ഐസ്ക്രീം പിന്നെ ചേട്ടൻ മേടിച്ചു കൊടുത്ത്. അങ്ങനെ നമ്മൾ നടന്ന് തിരിച്ച് പോവുകയാണ്. പടികളൊക്കെ കയറി നൂറ്റാണ്ടുകളെ കഥ പറയാനുള്ള പടികളാണിതെല്ലാം. ഒരുപാട് പേരുടെ പാദങ്ങൾ പതിഞ്ഞ മണ്ണാണിത്. വലത് സൈഡിലോട്ട് നേരെ പോയി വലത് സൈഡിലോട്ട് തിരിയുമ്പം ബലിമണ്ഡപമാണ്. നമ്മളിനി ഇതുവഴിയാണ് പോകുന്നത്, വന്ന വഴിയല്ല. ഇതുവഴി നേരെ കയറുമ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിലൊരു ബാറാണ്. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, ആൾക്കാരെന്നെ ഓട്ടിക്കും. അപ്പോൾ ഒരു കയറ്റം കയറി തിരിഞ്ഞ് നിന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്ക് കടലിനൊന്നുകൂടെ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്, ഒന്നുകൂടെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ആൾക്കാരുള്ളതുകൊണ്ട് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കയറ്റം കയറി എത്തിയപ്പോൾ നമ്മൾ മേളിൽ, ഇവിടെ ബീച്ചിൽ പോകുന്നവർക്ക് കാറും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെയും പൂട്ടിയിട്ടേക്കുകയാണ്. ഇവിടെ നിന്നാൽ അസ്തമയ സൂര്യനെയൊക്കെ നല്ലവണ്ണം കാണാൻ പറ്റും, നല്ലൊരു കാഴ്ചയാണ്. ചാടാൻ തോന്നുന്നവർക്ക് ഒന്ന് ചാടരുത് കേട്ടോ, കുന്നിൻ്റെ മുകളിലാണ്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും നമ്മുടെ പടിഞ്ഞാറേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ കണ്ട, പടിഞ്ഞാറേ ഗോപുരത്തിലാണ് നേരെ പോയത്. ഇനി നമ്മൾ അവിടെ നിന്ന് തിരിച്ചാണ് പോകുന്നത്, അതായത് റൈറ്റ് പിടിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ വലത് സൈഡിൽ ക്ഷേത്രത്തിൻ്റെ വക ദേവസ്വം ബോർഡ് സ്കൂളിൻ്റെ ഇതായിരുന്നു. പിന്നെ ഇപ്പുറത്തോട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വളവ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഉണ്ട് കുറേ ആശാന്മാർ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര, ഇവന്മാരിന്ന് പണി തരുമോ ഇല്ലയെന്നൊന്നും അറിയാൻ വയ്യ, കടിച്ച് പറിക്കൂ. അപ്പോൾ ചേട്ടൻ പറയും, നോക്കിയും കണ്ടൊക്കെ എടുത്താൽ മതി, പട്ടിക്ക് ഇഷ്ടമല്ല അനുവാദം ചോദിക്കാതെ എടുക്കണത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്താറ്. ഇതാ വന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ നേരത്തെ പോയത് അതുവഴിയായിരുന്നു. തിരിച്ച് പോവുകയാണ്. ടാറ്റ, ബൈ ബൈ, സീ യു. അപ്പോൾ ഇനി നാളെ കാണാം.